നമസ്കാരം, കായംകുളം ജേണലിലേക്ക് സ്വാഗതം. തെക്കൻ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയൊരു മത്സ്യകൃഷി ഫാമിലാണ്, ഫിഷ് ഫാമിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ആലപ്പുഴ പഴവീടുള്ള ബിനോയ് ചേട്ടന്റെ പമ്പ ഫിഷ് ഫാമാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലം. കൂടുതൽ വിശേഷങ്ങൾ നമുക്കറിയാം. ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്നത് 1/2 കോടിയോളം മത്സ്യക്കുഞ്ഞുങ്ങൾ, ഒപ്പം 8 ഏക്കർ പാടത്ത് വിളയുന്ന നെല്ലും വൈവിധ്യമാർന്ന വളർത്തു മൃഗങ്ങളും. കൃഷിയെ പ്രണയിച്ച് വിജയഗാഥ രചിക്കുകയാണ് ആലപ്പുഴ പഴവീട് അട്ടിയിൽ AS ബിനോയ്. എൻ്റെ പേര് ബിനോയ്. മത്സ്യകൃഷി രംഗത്തേക്ക് കടന്നു വരുന്നത് പറഞ്ഞാൽ എൻ്റെ ഫാദറായിട്ട് ആണ് മത്സ്യകൃഷി തുടങ്ങിയത്. ഫാദർ പമ്പിങ് കോൺട്രാക്റ്റ് ആയിരുന്നു. അപ്പോൾ ഈ പാടത്ത് ഈ കൊച്ചു കൊച്ചു മത്സ്യങ്ങൾ കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു നമ്മൾ പണ്ട് വലയിലൊക്കെ. അപ്പോൾ അത് നശിച്ചു പോകുന്ന കണ്ടപ്പോഴത്തേക്ക് അതിനൊന്ന് വളർത്തിയാലോ എന്നുള്ളൊരാഗ്രഹം തോന്നി ഫാദർ ആദ്യമായിട്ടൊരു കുളം കുഴിച്ചിട്ട് അതിൻ്റെ അകത്ത് ഈ നാടൻ മത്സ്യങ്ങൾ ഇടുമായിരുന്നു. ആദ്യമായിട്ട് ഈ നമ്മൾ കരിമീൻ, ചെമ്പല്ലി, കാരി, വരാൽ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് വളർത്തിയത്. അങ്ങനെയാണ് ഈ രംഗത്തേക്ക് വരാനുള്ള ചാൻസ്. ആദ്യം നമ്മൾ ചെയ്തപ്പോഴത്തേക്കും ഈ നാടൻ മത്സ്യങ്ങൾ അത്ര സക്സസ് അല്ലായിരുന്നു, പരാജയമായിരുന്നു. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ട് നമുക്ക് കിട്ടിയില്ല. പിന്നെ നമ്മൾ മത്സ്യകൃഷിയെ പറ്റി പഠിക്കുകയും അതിൻ്റെ നൂതന സാങ്കേതിക വിദ്യകളൊക്കെ പരിചയപ്പെട്ട് അങ്ങനെ നമ്മളിപ്പോൾ ഈ മേഖലയിലേക്ക് വന്നിരിക്കുന്നത്. പിതാവ് ശശിധരന്റെ പാത പിന്തുടർന്ന് 18 വർഷം മുമ്പാണ് ബിനോയ് മത്സ്യകൃഷിയിലേക്ക് ഇറങ്ങുന്നത്. ഫിഷറീസ് വകുപ്പിന്റെയും CMFRIയുടെയും പരിശീലനങ്ങളും ഹാച്ചറി ടെക്നീഷ്യൻ ഡിപ്ലോമയും ബിനോയിയുടെ വഴിമാറ്റി. പിതാവ് നടത്തിവന്ന മത്സ്യകൃഷിയെ മത്സ്യക്കുഞ്ഞുങ്ങളുടെ ഉൽപാദനത്തിലേക്ക് ബിനോയ് ശാസ്ത്രീയമായി വഴിതിരിച്ചുവിട്ടു. കട്ട്ള, രോഹു, ഗ്രാസ് കാർപ്പ്, റെഡ് തിലാപ്പിയ, കരിമീൻ, വരാൽ തുടങ്ങി വൻ നിര തന്നെയുണ്ട് ബിനോയിയുടെ ഫാമിൽ. തിലാപ്പിയയും കരിമീനും സ്വാഭാവികമായി മുട്ടയിടുമ്പോൾ മറ്റു മീനുകൾക്കായി പ്രേരിത പ്രജനന രീതിയാണ് ഉപയോഗിക്കുന്നത്. ബ്ലീച്ചിങ് പൗഡറും കുമ്മായവും ഉപയോഗിച്ച് കുളങ്ങൾ വൃത്തിയാക്കി വെള്ളത്തിന്റെ pH മൂല്യവും അമോണിയയും പരിശോധിച്ച് പൂർണ്ണമായും ശാസ്ത്രീയമായാണ് ഓരോ ബാച്ച് മത്സ്യക്കുഞ്ഞുങ്ങളെയും വളർത്തിയെടുക്കുന്നത്. ഇപ്പൊ നമ്മൾ ചെയ്യുന്ന എല്ലാ ഹൈബ്രിഡ് വെറൈറ്റികളാണ്. കട്ട്ള, രോഹു, ഗ്രാസ് കാർപ്പ്, മലേഷ്യൻ വാള, അനാബാസ്, കരിമീന്, പിന്നെ ഹൈബ്രിഡ് തിലോപ്പിയ, പിന്നെ റെഡ് ബെല്ലി, അങ്ങനെയുള്ള ഒരു 7ഓളം വെറൈറ്റീസ് നമ്മളിപ്പോൾ ചെയ്യുന്നുണ്ട്. കൂടുതലായിട്ട് നമ്മളതിൻ്റെ കുഞ്ഞുങ്ങളുടെ ഉൽപ്പാദനമാണ്. വലുതായിട്ട് വളർത്തുന്നത് ഇപ്പോൾ നമ്മൾ കുറച്ചിട്ട് കുഞ്ഞുങ്ങളെ ഉൽപ്പാദനത്തിലേക്ക് അങ്ങ് മാറി. അപ്പോൾ ബാക്കിയുള്ള കർഷകർക്ക് കുഞ്ഞുങ്ങളെ സപ്ലൈ ചെയ്യുന്നതാണ് ഇപ്പം മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത്. മൊത്തം നമ്മുടെ ഫാം 4.5 ഏക്കറാണ്. അതിനകത്ത് 10 കുളമാണ്, പിന്നെ ടാങ്കുകൾ ഓരോ പർപ്പസിന്, പിന്നെ ബ്രീഡിംഗ് ടാങ്ക് ഉണ്ട്. പിന്നെ ഓരോ കുഞ്ഞുങ്ങളെ നമ്മൾ ഓരോരോ കുളത്തിൽ നമ്മൾ നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ ചെയ്യുന്നൊരു രീതി എന്ന് പറയുന്നത് നമ്മളാദ്യം കുളമൊരുക്കുക ഒരു രീതിയാണ്. കുളമൊരുക്കുക, കുളം വറ്റിച്ച് കുളത്തിലെ കളമത്സ്യങ്ങളെ മുഴുവൻ നമ്മൾ മാറ്റിയതിന് ശേഷം രണ്ടാമത് കുമ്മായം, ബ്ലീച്ചിങ് പൗഡർ രണ്ടും അപ്ലൈ ചെയ്തിട്ട് മണ്ണ് ശുദ്ധിയാക്കിയതിന് ശേഷം രണ്ടാമത് വെള്ളം കയറ്റി അതിനകത്ത് ഈ ആദ്യ സമയത്ത് കുഞ്ഞുങ്ങൾക്ക് തിന്നുന്ന പ്ലവങ്ങളാണ് തിന്നുന്നത്. ആ പ്ലവങ്ങൾ ഉണ്ടാകാൻ വേണ്ടി നമ്മൾ യൂറിയയും സൂപ്പർ ഫോസ്ഫേറ്റും പച്ചച്ചാണകവും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു 4-5 ദിവസത്തോളം ഇട്ടതിന് ശേഷം വെള്ളം നല്ല ക്വാളിറ്റി ആവും. അതായത് ഈ പ്ലവങ്ങൾ ധാരാളം ഉണ്ടായതിനു ശേഷമാണ് നമ്മൾ കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ആദ്യം വേണ്ട തീറ്റകൾ മുഴുവൻ നാച്ചുറലായിട്ട് തന്നെ ഈ പ്ലവങ്ങളിൽ നിന്ന് കിട്ടും. മത്സ്യകൃഷി എന്ന് പറഞ്ഞാൽ പരാജയം വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതായത് നമ്മൾ കുളമൊരുക്കം തൊട്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ വെള്ളത്തിന് ഇപ്പം അമ്ലത്വം വരുവാണ്. ഇപ്പം മഴക്കാലം ആകുമ്പോഴത്തേക്കും പുതിയ വെള്ളം വരുമ്പോഴത്തേക്കും വെള്ളത്തിൻ്റെ pH ഡൗൺ ആയി പോകും. പിന്നെ അസുഖങ്ങൾ വരാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും വെള്ളത്തിൻ്റെ ക്വാളിറ്റി, പിന്നെ വെള്ളത്തിൻ്റെ നല്ല അവൈലബിലിറ്റി ഉള്ള ഒരു സ്ഥലമാണ് നമ്മൾ ആദ്യം തന്നെ സെലക്ട് ചെയ്തെടുക്കേണ്ടത്. നമുക്ക് വെള്ളം എപ്പോഴും നല്ല ക്വാളിറ്റി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ തന്നെ മത്സ്യകൃഷിയിൽ ഒരു പകുതി പ്രശ്നം സോൾവ് ആവും. പിന്നെ നമ്മൾ ഇടുന്ന മത്സ്യങ്ങൾ തമ്മിൽ അറ്റാക്ക് ചെയ്യാത്ത മത്സ്യങ്ങളൊക്കെ ഇടണം. ഇപ്പോൾ പലരും ചെയ്യുന്നത് പറഞ്ഞാൽ മിക്സ് ചെയ്ത് മത്സ്യങ്ങളൊക്കെ ഇടും. അപ്പോൾ ഏതൊക്കെ മത്സ്യത്തിൻ്റെ കൂടെ ചേരും എന്നുള്ളതിനെ മനസ്സിലാക്കിയതിന് ശേഷമേ ഇപ്പോൾ വരാലിനെ ഇടുവാണെങ്കിൽ വരാലിനെ ഇട്ടാൽ വരാലിൻ്റെ കൂടെ വേറെ മീനെയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വരാൽ അറ്റാക്ക് ചെയ്തില്ല. അപ്പോൾ അങ്ങനെ മിക്സ് ചെയ്യാതെ ഇപ്പോൾ ആൾക്കാരുടെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ എല്ലാ മത്സ്യങ്ങളെയും മിക്സ് ചെയ്ത് വളർത്തണമെന്നൊരു ആഗ്രഹമാണ്. പക്ഷെ അത് പരാജയത്തിൻ്റെ ഒരു പ്രശ്നമാണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അറ്റാക്ക് ചെയ്യാത്ത മത്സ്യങ്ങളെ ഇടുന്നതായിരിക്കും മത്സ്യകൃഷിക്കൊരു മെച്ചം.
മാർക്കറ്റിംഗ് നമ്മൾ കൂടുതലും ഫിഷറീസ് ത്രൂ ആണ് കുഞ്ഞുങ്ങളെ നമ്മൾ സർക്കാരിനാണ് കുഞ്ഞുങ്ങളെ നമ്മൾ കൂടുതൽ കൊടുക്കുന്നത്, അല്ല പ്രൈവറ്റ് ആയിട്ടും കൊടുക്കും. പിന്നെ ദൂര സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ തീരെ കുറച്ച് ക്വാണ്ടിറ്റിയാണ് നമുക്ക് അയച്ചു കൊടുക്കാൻ പറ്റത്തില്ല. 1000 ഫിഷിന് മേളിലോട്ടൊക്കെ ആണെങ്കിൽ നമ്മൾ ഡെലിവറി ചെയ്തും കൊടുക്കും. പാഴ്സൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കുറച്ച് ക്വാണ്ടിറ്റി ആയിട്ട് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ, ബുക്കിംഗ്, റെയിൽവേ സ്റ്റേഷനിൽ പോകുന്ന എക്സ്പെൻസ് ഒക്കെ നമുക്ക് വർക്കൗട്ട് ആകത്തില്ല. അപ്പോൾ 1000 പീസിന് മേളിലോട്ടുള്ള നമ്മൾ എവിടെയാണെങ്കിലും ഡെലിവറി ചെയ്ത് കൊടുക്കും. കുഞ്ഞുങ്ങൾക്ക് ആദ്യം കൊടുക്കുന്ന സ്റ്റാർട്ടർ തീറ്റയാണ്. പിന്നെ വിരിയുന്ന സ്റ്റേജിലെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ആർട്ടീമിയാണ് കൊടുക്കുന്നത്. ആർട്ടീമിയയും പ്ലവങ്ങളുമാണ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ സാധാരണ കർഷകർ കൊണ്ടുപോയതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ നമുക്ക് പാക്ക്ഡ് ഫുഡ് വരുന്നുണ്ട് ഇപ്പം. അത് സ്റ്റാർട്ടർ, ഗ്രോവർ, ഫിനിഷർ, അങ്ങനെ 3 സ്റ്റേജിൽ എത്തിയിട്ട് വരുന്നത്. അപ്പോൾ സ്റ്റാർട്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പ്രോട്ടീൻ കൂടിയ സ്റ്റാർട്ടറുണ്ട്. സ്റ്റാർട്ടർ തന്നെ പ്രോട്ടീൻ കൂടിയതും കുറഞ്ഞതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് പ്രോട്ടീൻ കൂടിയ തീറ്റ കൊടുക്കുകയാണെങ്കിൽ ഫാസ്റ്റ് ഗ്രോത്ത് ആയിരിക്കും. അപ്പം കുറച്ച് 1 മാസത്തേക്ക് ഇച്ചിരി എക്സ്പെൻസ് കൂടുതലായിരിക്കും. മറ്റേ പ്രോട്ടീൻ കുറഞ്ഞ തീറ്റയ്ക്ക് വില കുറവും പ്രോട്ടീൻ കൂടിയതിന് വില കൂടുകയാണ്. പക്ഷെ ആ വില കൂടുതലിന്റെ ഡിഫറൻസ് നോക്കാതിരിക്കാനുള്ള അതിനുള്ള റിസൾട്ട് നമുക്ക് ഈ തീറ്റയിൽ പ്രോട്ടീൻ കൂടി കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. വെല്ലുവിളികളെ ഉള്ളു മത്സ്യകൃഷിക്കകത്ത്. നമ്മൾ വിടുമ്പം തൊട്ട് നമുക്ക് വെല്ലുവിളികളാണ്. അപ്പൊ ആദ്യം നമ്മൾ കുള ഒരുക്കുന്നത് നമുക്ക് പാളിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ കുള ഒരുക്കുമ്പോൾ അതിൻ്റെ അകത്ത് കളമത്സ്യങ്ങൾ വേറെ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ നിക്ഷേപിക്കുന്ന കുഞ്ഞുങ്ങളെ അവൻ തിന്നും. അപ്പൊ അതൊന്നാമത് വെല്ലുവിളി. പിന്നെ കുളം ഒരുക്കുമ്പം തന്നെ വെള്ളത്തിന്റെ ക്വാളിറ്റി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കാന്ന് പറഞ്ഞാൽ ചില സ്ഥലങ്ങളിലൊക്കെ ഈ വെള്ളത്തിൽ പിന്നെ പുളിപ്പിന്റെ അംശം ഭയങ്കര കൂടുതലായിരിക്കും. ചിലടത്ത് ഈ ഇലകൾ അതും ഇതൊക്കെ വരികയാണെങ്കിൽ അമോണിയ ഫോം ചെയ്യും. പിന്നെ ഡിസീസ് വരാനുള്ള ചാൻസ്, അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ. അപ്പോൾ വാട്ടർ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുകയാണെന്ന് ആദ്യത്തെ ഒരു. പിന്നെ എന്ന് പറയുന്നത് പിന്നെ മത്സ്യകൃഷിയെ വെല്ലുവിളി എന്ന് നേരെ കഴിഞ്ഞാൽ ഈ കൊക്ക്, പൊന്മാൻ, നീർക്കാക്ക അങ്ങനെയുള്ള സാധനമുണ്ട്. നീർക്കാക്കയ്ക്ക് ഈ നീർനായൊക്കെ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ ഒരു കുളത്തിലെ കംപ്ലീറ്റ് മീൻ നശിച്ചു പോകും. ഞങ്ങൾക്കിപ്പോൾ 2-3 പ്രാവശ്യം അങ്ങനെ ഒരു ഇത് പറ്റി. നമ്മുടെ മുട്ടയിടിക്കുന്ന ബ്രൂഡേഴ്സിനെ തന്നെ ഈ നീർനായ ഇറങ്ങി കൊന്നുകളഞ്ഞു. ഇടുമ്പോഴത്തെ തന്നെ വലയൊക്കെ ഇട്ട് ഫെൻസ് ചെയ്ത് സെറ്റ് ചെയ്തിടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് ആയിരിക്കും. നമ്മൾ മീൻ ഇടുന്നതിനെ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു 80% നമുക്ക് റിട്ടേൺ കിട്ടണം. ഒരു 20% പലപ്പോഴായിട്ട് പോകും. അപ്പം ഒരു 80% റിട്ടേൺ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ രീതിയിൽ കുളം സെറ്റ് ചെയ്താലേ നമുക്ക് റിട്ടേൺ കിട്ടത്തുള്ളൂ. ഇതിനൊക്കെ പുറമെ പേർഷ്യൻ പൂച്ചകളും മുയലുകളും ഗിനിപ്പന്നികളും ബിനോയുടെ ഫാമിലെ പ്രധാന ആകർഷണങ്ങളാണ്. കൃത്യമായ ആസൂത്രണവും കഠിനാധ്വാനവും ഉണ്ടെങ്കിൽ കൃഷിയിൽ വിജയം നിശ്ചയമാണെന്ന് സ്വന്തം ജീവിതത്തിലൂടെ തെളിയിക്കുകയാണ് ഈ കർഷകൻ.